ഭാര്യ എന്ന നിലയിൽ എല്ലാ പിന്തുണയും ഡോക്ടർ സരിന് നൽകുന്നുണ്ടെന്ന് ഡോക്ടർ സൗമ്യ സരിൻ. പാലക്കാട് പരിഹരിക്കാൻ നിരവധി പ്രശ്നങ്ങളുണ്ട്. സരിൻ ജയിച്ചാൽ അതൊക്കെ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സൗമ്യ പറഞ്ഞു. ലിജോ വർഗീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് സ്ഥാനാർത്ഥി ഡോക്ടർ സരിനും ഭാര്യ ഡോക്ടർ സൗമ്യ സരിനുമാണ് ചേരുന്നത്. രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഒരു സമയം, അതായത് ഇലക്ഷന് ശേഷം ആദ്യമായിട്ട് ഭാര്യ ഭർത്താവ് ഇന്നലെ മുതലാണ് വീണ്ടും വരുന്നത്. എങ്ങനെയാണ് ക്യാമ്പയിൻ മുമ്പോട്ട് പോകുന്നത്? ഏത് തരത്തിലാണ് സപ്പോർട്ട്? രാഷ്ട്രീയം സംസാരിക്കുന്ന അപ്പുറമാണെങ്കിൽ പോലും എങ്ങനെയാണ് പിന്തുണ കിട്ടുന്നത്? സൗമ്യയുടെ മാനസിക പിന്തുണയുടെ പുറത്താണല്ലോ ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞാനൊരു സ്ട്രെങ്ത് ഡിറൈവ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് നമുക്കൊരു ധൈര്യം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുടെ ഫിസിക്കൽ പ്രസൻസ് അല്ല. ഞാൻ പണ്ടും എന്നോട് ചോദിച്ചു, സൗമ്യ എപ്പോഴാണ് ക്യാമ്പയിന് വരുന്നത്, സൗമ്യ എപ്പോഴാണ് ക്യാമ്പയിൻ? അതല്ല അവിടെ കാര്യം. സൗമ്യ അവിടെ ഇരുന്ന് നൽകുന്ന പിന്തുണയാണ് എൻ്റെ ക്യാമ്പയിൻ. നമ്മൾ ഈ പരിപാടിയുടെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഈ എനർജി നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ, സരിന് ഇവിടുന്ന് അത്രയും എനർജി. സൗമ്യ അവിടെ ഇരുന്ന് തരുന്ന പിന്തുണയുടെ എനർജി എനിക്കിവിടെ ഫിസിക്കലി എനിക്കത് കാണിക്കാൻ കഴിയും. അപ്പോൾ ആൾക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഒരു 4-5 ദിവസം മുന്നേ എത്തണം, ചില കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ട സാഹചര്യം കൂടി വന്നു ചേർന്നു. പ്രതിപക്ഷ നേതാവ് ആണ് യഥാർത്ഥത്തിൽ എൻട്രിക്ക് ഒരു ആക്കം കൂട്ടിയെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ ഇപ്പോൾ നമ്മൾ ഒരാളെ മാത്രമായിട്ടൊന്നും ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഉന്നയിച്ച വിഷയത്തിലാണ് നമ്മൾ മറുപടി പറഞ്ഞത്. അദ്ദേഹത്തോടല്ലാതെ നമുക്ക് എന്താ വേറൊരു കാര്യത്തിൽ ഒരു കാര്യകാരണവുമില്ലാതെ അദ്ദേഹം അങ്ങ് പറയാണ്, എന്ത് പഠിച്ചവതരിപ്പിക്കുന്ന ആളാണ് ഞാൻ, നിങ്ങൾക്കറിയില്ലേ, ഞാനിത് അന്വേഷിക്കാതെ ചെയ്യൂ. അദ്ദേഹം എന്തന്വേഷിച്ചു എന്നാണ് പൊതുജനത്തിന് ഇപ്പോൾ മനസ്സിലായല്ലോ. കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മൾ കാര്യങ്ങൾ ക്യാമ്പയിൻ മുമ്പോട്ട് പോകുന്നു. കൂടുതൽ ഈ സോഷ്യൽ മീഡിയയൊക്കെയുള്ള ഈ പാലക്കാടുള്ള വിഷയം നേരത്തെ ഏറ്റെടുത്ത് നടത്താത്ത കുറേ കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായി ഇന്നലെ നമുക്ക് ചെയ്യാൻ പറ്റി. 8 വ്യത്യസ്ത വിഷയങ്ങളിൽ 9 വിഷയങ്ങൾ നമ്മൾ ഇന്നലെ കൈകാര്യം ചെയ്തു. 9 വിഷയങ്ങളിൽ നമുക്ക് ജനങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകാൻ, ഒപ്പിട്ട് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ്. ഒറ്റ കാര്യം കൂടെ ചോദിക്കുന്നത്, ഈ നഗരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിന് അത്ര സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള സ്ഥലമല്ല. പക്ഷേ പേഴ്സണലി സരിൻ എന്ന വ്യക്തിക്ക് ആ തരത്തിൽ അതിനെ എമേർജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്? ഇടതുപക്ഷത്തിൻ്റെ സ്ട്രോങ് ഹോൾഡ് അല്ല എന്നുള്ള അഭിപ്രായത്തെ വരെ നമ്മൾ തകിടം മറിക്കും. ഇടതിനോട് ആഭിമുഖ്യമുള്ള ഒരുപാട് ആശയങ്ങൾ ഉള്ള മനുഷ്യരിവിടെ ഉണ്ട്. അവരത് വളരെ കൃത്യമായി തവണ ഐഡൻറ്റിഫൈ ചെയ്ത് സരിനോടൊപ്പമല്ല, ഇടതിനോടൊപ്പം തന്നെ നിൽക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇടതാണ് ശരി. തീർച്ചയായും സൗമ്യ സരിന് നമ്മൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിലാണ് ഇത്തവണ പ്രതികരണത്തിന് ആദ്യം 2-3 തവണ വരേണ്ടി വന്നു. ഈ സ്ഥാനാർത്ഥിത്വം തുടങ്ങിയ സമയം മുതൽ സോഷ്യൽ മീഡിയയിലാണ് നമ്മളിത് കാണുന്നത്. അതിനുശേഷം നേരിട്ട് വന്ന് പ്രതികരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. എങ്ങനെയാണ് ഭർത്താവിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത്? എങ്ങനെയാണ് പ്രചരണവുമായി മുമ്പോട്ട് പോകാൻ ഉണ്ടാവുമോ? കൂടെ ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാനാണ് വന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ കൂടെ ഫിസിക്കലി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അതിപ്പോൾ ഇന്നലെ ഞാൻ ചോദിച്ചപ്പോഴും അതിനവിടെ യാതൊരു, ഇപ്പം ഞാൻ ഈ പറയുന്ന ഡോക്ടർ സൗമ്യ സരിൻ അത്ര വലിയൊരാളൊന്നുമല്ല. ഇപ്പോൾ പ്രചരണത്തിന് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതല്ലല്ലോ ആവശ്യം. ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ മാനസികമായിട്ടുള്ള പിന്തുണ അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൊടുക്കാറുണ്ട്. അത് ഈ ഒരു കാര്യത്തിനും കൊടുത്തിരുന്നു. ഇത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള, അല്ലെങ്കിൽ അത് ആ ഒരു സ്പേസാണ്, ആ ഫ്രീഡം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് മാനസികമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടാവും. കടുത്ത പോരാട്ടം നടക്കുകയാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ രണ്ടുപേരും മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളാണ്. അഥവാ ഭർത്താവ് ജയിച്ചു വന്നാൽ എന്തായിരിക്കണം പാലക്കാടിന് വേണ്ടതെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ആദ്യം പറയുക മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. നമ്മൾ ഒരു സ്ഥിരം ശീലം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജുകൾ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ അതിൻ്റെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടാവുന്നു എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ ഞാൻ പാലക്കാട് ജനിച്ചു വളർന്ന, മണ്ണാർക്കാട് ആണ് എൻ്റെ സ്വദേശം, ജനിച്ചു വളർന്നത്. ഞാൻ പാലക്കാട് ഇപ്പോഴും കാണുന്ന ഒരു ന്യൂനത എന്ന് പറയുന്നത് പല കാര്യങ്ങൾക്കും, ആരോഗ്യ കാര്യങ്ങൾക്ക് നമ്മളിപ്പോഴും കോയമ്പത്തൂരിനെ പോലും ആഗ്രഹിക്കുന്നുണ്ട്. ആരോഗ്യ കാര്യങ്ങൾക്ക് മാത്രമാണോ എന്നുള്ളത് ഒന്നുകൂടി ചിന്തിക്കണം. പല കാര്യങ്ങൾക്കും നമ്മളിപ്പോഴും കോയമ്പത്തൂരിന് അടിമകളാണ്. അങ്ങോട്ടാണ് നമ്മൾ പോവുക. എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ കാണിച്ചിരുന്നത് കുപ്പുസ്വാമിയിലും KMCH-ലൊക്കെയാണ്. അപ്പോൾ അതിനൊരു സ്വയം പര്യാപ്തത നമ്മൾ കൈവരിക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടുതൽ സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പം തീർച്ചയായും ഭാര്യയുടെ പിന്തുണ കൂടെ ഉള്ള ഒരു സമയത്ത് രണ്ടുപേരും കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ കാഴ്ചകളും അവരുടെ വിശേഷങ്ങളുമാണ് നമ്മളിപ്പോൾ കേട്ടത്.